കുറച്ച് ബ്രേക്കിന് ശേഷം വീണ്ടും യൂട്യൂബിലെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ആലോചിക്കുകയാണ്. ഞാൻ ദുബായിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ വൈഫ് ഇവിടെ ദുബായിലായതുകൊണ്ട് തന്നെ നാട്ടിലെ ജോലി ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ ദുബായിൽ വന്നിരിക്കുകയാണ്. വിസിറ്റ് വിസയിലാണ്. അപ്പോൾ 1 മാസം കഴിഞ്ഞിപ്പോൾ വിസിറ്റ് വിസയിൽ വന്നിട്ട്. പിന്നെ ഞാനിന്ന് ചില സാമൂഹിക വിഷയങ്ങളിൽ സംസാരിക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളിവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പോൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നതായ ചില സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് കരുതി. ഒരു ഉദാഹരണം പറയാം. എൻ്റെ അനിയൻ ആൾ മംഗലാപുരത്താണ് പഠിക്കുന്നത്. അപ്പോൾ മംഗലാപുരത്തു നിന്ന് നാട്ടിലേക്ക് അവൻ ട്രെയിൻ കയറുകയാണ്. അപ്പോൾ ട്രെയിൻ കയറിയപ്പോൾ അവൻ്റെ ട്രെയിനിൽ കുറച്ച് കൂടെ പഠിക്കുന്ന മംഗലാപുരത്ത് തന്നെ പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥിനികളായിരുന്നു. വിദ്യാർത്ഥിനികൾ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് എക്സ്ക്യൂസ് മീ, ഇവൻ സൈഡ് സീറ്റിലാണ് ഇരിക്കുന്നത്. ട്രെയിനിൻ്റെ സൈഡ് സീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള ആ വേസ്റ്റ് പൊതി അല്ലെങ്കിൽ ചായ കുടിച്ച കപ്പാണ് അതെടുത്ത് ഇതിനകത്തോടെ എറിയാണ്. അപ്പോൾ ഈ എക്സ്ക്യൂസ് മീ കാണിച്ച മര്യാദ ആ വേസ്റ്റ് പൊതി വേസ്റ്റ് ബക്കറ്റിൽ കൊണ്ടിടാൻ കാണിച്ചില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. മനസ്സിലായോ? അപ്പോൾ ഈ ഇംഗ്ലീഷ് പറഞ്ഞ് എക്സ്ക്യൂസ് മീ, ഈ ആതിഥ്യ മര്യാദ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മര്യാദ കാണിക്കുമ്പോൾ ഈ നമ്മളുടെ മാലിന്യം അവിടെ ഇരിക്കുന്ന വേസ്റ്റ് കൊട്ടയിൽ കൊണ്ടിടാൻ കാണിച്ചായിരുന്നെങ്കിൽ അതായിരുന്നു അതിലും ഭേദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് എൻ്റെ അനിയൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്ന് ആലോചിക്കുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ നാട്ടിൽ പാലിക്കേണ്ടതായ ചില റെസ്പോൺസിബിലിറ്റികളെ കുറിച്ചാണ് ഞാനിന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെറുപ്പക്കാർ ഭയങ്കര വിദ്യാസമ്പന്നരാന്ന് പറയുന്ന മലയാളികൾ പോലും നമ്മൾ ഒരു മുട്ടായി കഴിച്ചാൽ അതിൻ്റെ കടലാസ് വലിച്ചെറിയുകയാണ്. ഒരു വെള്ളം കുടിച്ചാൽ അതിൻ്റെ ബോട്ടിൽ റോഡിലേക്ക് എറിയുകയാണ്. നമ്മളൊരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കടലാസ് വെളിയിലേക്ക് എറിയുകയാണ്. അത് മറ്റാരുടെയോ കടമയാണ് അത് കൊണ്ട് നശിപ്പിക്കേണ്ടതെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോഴും നമ്മൾ പ്രബുദ്ധരായ, അല്ലെങ്കിൽ യുവാക്കളിലാണ് ഞാൻ പറയുന്നത്, ഈ പ്രശ്നം പറയുന്നത് യുവാക്കളിലാണ്. യുവാക്കൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം നിങ്ങൾ വിദ്യാഭ്യാസം നേടിയവരാണല്ലോ. ബാക്കിയുള്ള പഴയ തലമുറ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തവരായിരിക്കാം. എന്നാലും അത് അങ്ങനെ ഇത് നമ്മുടെ സ്കൂളുകളിലും കാര്യങ്ങളിലൊക്കെ പഠിച്ച് ഒക്കെ പുറത്ത് വന്നതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു സിനിമ തിയേറ്ററിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിൽ ഭക്ഷണം കഴിച്ചാൽ അത് നേരെ താഴേക്കാണ് ഇടുന്നത്, നിലത്തേക്ക് ഇടുക, പേപ്പർ വലിച്ച് കീറി ഇടുകയാണ്. ഒരു ബേസിക്കായിട്ടുള്ള ചില മര്യാദകൾ പോലും നമ്മുടെ നാട്ടിൽ പാലിക്കുന്നില്ല. അങ്ങനെ ഈ ചെറിയ വിഷയത്തിൽ നിന്ന് നമ്മുടെ വിഷയങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയ വിഷയമാണെങ്കിൽ കൂടി എല്ലാ യുവാക്കളും ഇതൊക്കെ ആലോചിക്കണം. നമ്മുടെ നാടിന് വേണ്ടിയാണ്. അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോ വരുന്നത് വരെ